ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് ഉണ്ടാക്കിയത് വെറും എല്ല് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് അധികം ചിലവൊന്നുമില്ല, കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കിയെടുത്തൊരു മന്തിയാണ് കേട്ടോ അത്. ഇപ്പോൾ നമ്മൾ പെരുന്നാളിനൊക്കെ ഇറച്ചി കൊണ്ടുവരുമ്പോഴും തിരക്കുള്ള സമയത്തൊക്കെ ഇറച്ചി കൊണ്ടുവരുമ്പം നല്ല എല്ല് ഉണ്ടാവും. ഇപ്പോൾ ഉദയത്തിൻ്റെ ഇറച്ചി കിട്ടുമ്പോഴൊക്കെ അതിലൊക്കെ എല്ലുണ്ടാവും. ആ എല്ല് മാത്രം മാറ്റി വെച്ചിട്ട് അത് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു മന്തി തന്നെയാണിത്. അപ്പോൾ ഇനി ഇറച്ചി വാങ്ങുമ്പം എല്ല് കിട്ടുകയാണെങ്കിൽ ആരും അത് കളയാൻ നിൽക്കണ്ട. അത് കുറേശ്ശെ ഇങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് ഒന്നിച്ച് എടുത്തിട്ട് ഇതേപോലെ മന്തി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഞാനിത് ഉണ്ടാക്കി മക്കൾ കഴിച്ചിട്ട് മക്കൾ ചോദിക്കുകയാണ് ആടിൻ്റെ ഇറച്ചിയാണോ എന്ന് ചോദിച്ച്. അപ്പോൾ ആ ടേസ്റ്റാണ്. അപ്പോൾ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കണ എങ്ങനെയെന്നും കൂടി കാണിച്ചു തരാം. അപ്പോൾ ആരും ഇനി എല്ല് വേസ്റ്റ് ആക്കണ്ട, നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി ഉണ്ടാക്കണത് നോക്കാം. അപ്പോൾ എല്ലൊക്കെ ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഇതാ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ എല്ലുമ്മേ കുറേശ്ശൊക്കെ ഇറച്ചി നെയ്യും ഒക്കെ ഉണ്ട് കേട്ടോ. ഈ നെയ്യ് മന്തിക്ക് നല്ല ടേസ്റ്റാണ്. ഈ ഒരു ആടിൻ്റെ ഒരു ടേസ്റ്റ് വരും ഇറച്ചിയിൽ നെയ്യ് ഉണ്ടെങ്കിൽ. അപ്പോൾ അതാ ഈ എല്ലുമ്മലൊക്കെ കുറേശ്ശെ കഷ്ണങ്ങളുണ്ട്. അപ്പോൾ നല്ല വേവിച്ചാൽ നല്ല ടേസ്റ്റുമാണ്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാൻ 2 ചെറിയ സവാളയാണ്, അത് ചെറിയതാക്കി കഷ്ണം മുറിച്ചത് ഇട്ട് കൊടുത്തു. പിന്നെ 2 വലിയ തക്കാളി ഉണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് ഇത്രയും സാധനങ്ങളാണ്. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതുണ്ട്, ഗ്രാമ്പു, പട്ട, ഏലക്കായ, കുരുമുളക് പൊടിക്കാത്തത്, ജീരകം പൊടിക്കാത്തത്, അതുപോലെ മല്ലി നമ്മൾ പൊടിക്കാതെ, അതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഉപ്പും ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായി വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. ഇഞ്ചിയും പച്ചമുളകും ഇതും ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളി, പച്ചമുളക് ഇട്ടിട്ടില്ല, അത് കുരുമുളക് പൊടിക്കാതെയാണ് ഇട്ടത്. അതുപോലെ പിന്നെ മല്ലിയും പൊടിക്കാതെ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തു. വെള്ളം ഞാൻ കുറച്ച് പിന്നെ ഒരു 2 ഗ്ലാസ്സോളം പാർന്നിട്ടുണ്ട്. പിന്നെ ഈ എല്ല് കഴുകിയുമ്പോൾ നമ്മൾ കുറേ നേരം ഊറ്റി വെക്കുകയാണെങ്കിൽ നല്ലോണം വെള്ളം പാരണം. ഞാൻ കഴുകിയിട്ട് അങ്ങനെ തന്നെ വെച്ചാണ്. അപ്പോൾ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. പിന്നെ ഈ ബീഫായതുകൊണ്ട് നല്ലോണം വേകാനുണ്ട്. അപ്പോൾ എല്ല് ഞാൻ കുക്കറിൽ തീ വെച്ചിട്ടു. അപ്പോൾ തന്നെ അരി ഞാൻ നല്ലോണം കഴുകിയിട്ടുണ്ട്. ഇത് ഈ ബസുമതി അരിയാണ്, കപ്സൻ്റെ ബസുമതി അരിയാണ് കേട്ടോ. അപ്പോൾ അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചു. അതിന് വേണ്ട വെള്ളം തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം അടുപ്പിൽ വെച്ചു. അതിലേക്ക് ഏലക്കായും പട്ടയും ഗ്രാമ്പും ഇട്ട് കൊടുത്തു. പിന്നെ വെള്ളം തിളച്ചിട്ട് അരി ഇട്ട് കൊടുത്തു. ഞാൻ അരി തിളപ്പിച്ച് ഊറ്റിയിട്ടാണ് ഈ ഒരു മന്തി വെക്കുന്നത്. ഇല്ലെങ്കിൽ പിന്നെ ആ ഇറച്ചിക്ക് നമ്മൾ അരി ഇട്ടിട്ട് അങ്ങനെ ചീറ്റിച്ചെടുക്കാം. അതെനിക്ക് ചിലപ്പോൾ ചില അരികൾക്ക് ഒരു പശ കൂടുതലേക്കറി, അപ്പോൾ ഇങ്ങനെ ഒട്ടിങ്ങോണ്ട് നിൽക്കും. അപ്പോൾ ഈ രീതിയിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വേറിട്ട് കിട്ടും. അപ്പോൾ അരി അതിലിട്ടു, ഉപ്പിട്ടു. ഇനി ഞാനൊരല്പം ഇതിൻ്റെ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സാധാ ഓയിൽ ഒഴിച്ചാലും മതി, ഒലിവ് ഓയിൽ തന്നെ ഒഴിക്കണം എന്നൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക, എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഞാൻ എല്ലിവിടെ കുക്കറിൽ വെന്ത് ഇട്ടിട്ടുണ്ട്. മസാലകളൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ നെയ്യ് ഇറങ്ങി വന്ന്. ഈ ഒരു മന്തിക്ക് നെയ്യ് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ എപ്പോഴും ചൂടോടെ കഴിക്കണം ഈ ഒരു മന്തി കഴിക്കുമ്പോൾ. ഇങ്ങനെ ഈ ഒരു എല്ലിൻ്റെ ഇതും ഈ ഒരു നെയ്യും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിലേക്ക് മാഗി സ്റ്റോക്ക് ഉണ്ടല്ലോ, ആ ഒരു മാഗീൻ്റെ കട്ട അതിടേണ്ട ആവശ്യമില്ല. അതിട്ടാൽ വയറിന് നല്ലതുമല്ല. അപ്പോൾ ഞാനത് മിക്കതും അതിടാറില്ല. ഇവിടെ ഇഷ്ടമല്ലായിരിക്കും അതിട്ടാൽ പിന്നെ വയറിന് ഒരു ജാതി അസ്വസ്ഥതയാണ്. അത് അജിനാമോട്ടോ അങ്ങനെയുള്ള പല ഐറ്റംസും ചേർന്നതല്ലേ. അപ്പോൾ അത് ഇടുമ്പോൾ നല്ല രുചിയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ വയറിന് നല്ലതല്ല. അപ്പോൾ നമ്മൾ അരി വെന്ത് ചോറ് ഊറ്റി വെച്ചു. ഇനി ഞാൻ വേറൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നമ്മൾ എല്ല് വേവിച്ചത് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം അധികം ആയതുകൊണ്ട് ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ അതിൽ ഞാൻ മന്തി മസാല ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചൊന്ന് വെള്ളം വറ്റി കിട്ടും വേണം. അപ്പോൾ തീ നല്ലോണം കത്തിച്ചിട്ട് ഒന്നാണ് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം കുറച്ചൊക്കെ വറ്റിക്കണത്. ഇത്ര വെള്ളമെങ്കിലും വേണം. നമ്മൾ ആ പിന്നെ ഒന്ന് തീ കത്തിക്കുമ്പോൾ നല്ലോണം ഒന്ന് തിളച്ചിട്ട് ആ ചോറിൻ്റെ മുകളിലേക്ക് ആവി കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചൊരു വെള്ളത്തോട് കൂടി വേണം, അല്ലെങ്കിൽ നമ്മൾ തീ കത്തിക്കുമ്പോൾ അടിയിൽ കരിഞ്ഞു പോവും. അപ്പോൾ കുറച്ചൊരു വെള്ളം വേണം. അപ്പോൾ ഞാൻ ആ ഊറ്റി വെച്ച ചോറൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ ഇതിലേക്ക് പ്രധാനപ്പെട്ട സാധനമാണ് ഉണങ്ങിയ നാരങ്ങ. അപ്പം ഞാനിതിൽ ഇടാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ അത് നാരങ്ങ ഇടാൻ മറക്കണ്ട, ഞാൻ മറന്നു പോയതാണ്, ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ചോറൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് അങ്ങനെ അമർത്തി കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തീ കത്തിച്ചൊന്ന് തിള വരുന്ന വരെ ഒന്ന് തീ കത്തിക്കുക. ഞാൻ ചോറിട്ടതിന് ശേഷം ഇതിലൊരു കുഞ്ഞി പ്ലേറ്റ് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കണൽ കോരി ഒഴിച്ചു. അപ്പോൾ നമുക്ക് ആ കണൽ കോരി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുത്താൽ ആ ഒരു പുകൻ്റെ സ്മെല്ല് കുഴിമന്തിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരല്പം മിൽമൻ്റെ നെയ്യാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് പെട്ടെന്ന് ആ പാത്രം ഒന്ന് അടച്ച് വെച്ചു. എന്നിട്ടൊരു കനം വെച്ചു. അപ്പോൾ പിന്നെ ആ പുക കുറച്ചൊക്കെ പുറത്ത് പോയാലും അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ആ ഒരു ചോറിലും ഒക്കെ ഇങ്ങോട്ട് ആ ഒരു പുകൻ്റെ സ്മെല്ല്, അപ്പോൾ ഒരു കുഴിമന്തിൻ്റെ ടേസ്റ്റുമാണ്, നല്ല ടേസ്റ്റാണ്. അങ്ങനെ ചെയ്തു നോക്കൊണ്ടിട്ടോ. ഇങ്ങനെ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറൊക്കെ ഒന്ന് ദമ്മിട്ടാൽ മതി. അപ്പോൾ ഞാൻ ദമ്മൊക്കെ ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട്. അത് തുറക്കുമ്പോൾ തന്നെ ആ ഒരു പുകൻ്റെ ആ ഒരു മന്തിൻ്റെ ഒരു മണം വല്ലാത്തൊരു മണം തന്നെയാണ്. അപ്പോൾ അതാ നമ്മളെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല വിട്ടുള്ള ചോറ് തന്നെയാണ്. ഇപ്പോൾ ആൾക്കാരിങ്ങനെ ഉണ്ടാക്കുന്നുണ്ടാവും, പക്ഷെ ഇപ്പോൾ എല്ലിനൊക്കെ ഭയങ്കര വില കേട്ടോ. ഇറച്ചിക്ക് 250 ആണെങ്കിൽ എല്ലിന് 200 രൂപ വരുന്നുണ്ട്. അതും ഇപ്പോൾ നമ്മൾ എക്സ്ട്രാ ഇറച്ചി കൊണ്ടുവരികയാണെങ്കിലൊന്നും അതിൽ എല്ല് കാണലില്ല. അത് എല്ലിപ്പോൾ ഇതേപോലെ മന്തി വെക്കണമെങ്കിൽ എല്ല് നല്ല ടേസ്റ്റാണ്. അപ്പോൾ മന്തി വേറെ തന്നെ വെക്കുക. മന്തിക്ക് 200 രൂപയൊക്കെയാണ് വില. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു.